ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഈ നിമിഷം കർത്താവ് നമ്മളിൽ നിന്നും കൃതജ്ഞത ആഗ്രഹിക്കുകയാണ്. രാത്രിയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഓരോരുത്തരും വ്യക്തിപരമായി മൈക്കൊന്നുമില്ല നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഏറ്റുപറഞ്ഞ് കൃതജ്ഞത പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു പ്രേരണ നൽകുന്നുണ്ട്. നമുക്ക് വ്യക്തിപരമായി ലഭിച്ച കൃപകളാകാം, നമ്മുടെ കുടുംബത്തിൽ ലഭിച്ച കൃപകളാകാം, ഇല്ലെങ്കിൽ നമ്മുടെ ജോലി മേഖലകളിൽ ലഭിച്ച കൃപകളാകാം, ഇല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ലഭിച്ച കൃപ, എന്തെങ്കിലുമൊക്കെ കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കരുണ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ നമ്മൾ അനുഭവിച്ച നിമിഷങ്ങൾ ഓരോന്നും പറഞ്ഞ് കർത്താവിന് നന്ദി പറയുവാനായി ഈശോ ആവശ്യപ്പെടുകയാണ്. ഇവിടെ കർത്താവിന്റെ സന്നിധിയിൽ ആരാധിക്കുന്ന നമ്മള് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കൃപ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മുടെ ജീവിതത്തിലെ അനർത്ഥങ്ങൾ രോഗങ്ങൾ എടുത്തു മാറ്റാൻ പ്രാർത്ഥിച്ചു. ദൈവം ഇടപെടുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇത്രയും നാളും നിന്റെ ജീവിതത്തിൽ ഞാൻ കൂടെ നിന്ന് ഇടപെട്ട ദൈവമാ. അത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. സമയത്തുള്ള ഒരു നിമിഷം നമുക്ക് ലഭിച്ച കൃപകള്, അനുഗ്രഹങ്ങള് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ അടുത്ത് നയിക്കുന്നവരൊന്നും നമ്മൾ നോക്കുന്നില്ല, കർത്താവ് കൊണ്ട് ഒന്നോ രണ്ടോ കൃപകൾ പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുക. ഓരോരുത്തരും നമ്മൾ പറയുമ്പോൾ കൂട്ടായ്മയായി ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്കും നന്ദി പറയുകയും ചെയ്യുന്നുവെന്ന് കൂട്ടായ്മയായി നമുക്ക് ഏറ്റുചൊല്ലുകയും ചെയ്യാം. പിതാവേ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്ഥലം വിറ്റുപോകാൻ വിഷമിച്ചിരുന്ന ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, കടം കയറി കഷ്ടപ്പെട്ടിരുന്ന ഒരു സഹോദരൻ, നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമേ അത്ഭുതകരമായി വർഷങ്ങളായി വിൽക്കാണ്ടിരുന്ന ആ സ്ഥലം അങ്ങ് വിറ്റ് ആ കുടുംബത്തിന്റെ കടബാധിതനെ ഇടപെട്ടതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരിക്ക് വേണ്ടി ILTS പ്രാർത്ഥിക്കുകയും ഉന്നത വിജയം നൽകി ഞാൻ അനുഗ്രഹിക്കുമെന്ന് കർത്താവിനെ സന്ദേശം കൊടുക്കുകയും ചെയ്തു. കർത്താവ്, ഇതുപോലെ തന്നെ നീ പ്രത്യേകമായിട്ട് മകൾക്ക് തടസ്സമുണ്ടായിരുന്ന എല്ലാ മേഖലകളിലും ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിച്ചതിന് ഓർത്ത് കർത്താവെ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാ മക്കളോടും ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയെ ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. സ്നേഹനിധിയായ ഈശോയെ, ജോലി മേഖലകളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത്, രോഗസൗഖ്യങ്ങൾ നൽകിയതിനെ ഓർത്ത് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈശോയെ ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് അനുഗ്രഹം തന്നതിനെ ഓർത്ത് ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയെ ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവെ, ചില തെറ്റിദ്ധാരണകൾ മൂലം
ചില വ്യക്തികളുടെ മനസ്സിലുണ്ടായിരുന്ന ചില വിഷമങ്ങളൊക്കെ കർത്താവെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാനും ഒന്നിച്ചിരുന്ന് പങ്കുവയ്ക്കുവാനും അങ്ങ് അവസരമൊരുക്കിയപ്പോൾ അതൊക്കെ ഇല്ലാതാവുകയും ഒരിക്കൽ കൂടി സ്നേഹത്തിലും ഐക്യത്തിലും നിന്റെ നാമത്തിൽ പ്രവർത്തിക്കുവാൻ നീ കൃപ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്നൊരു വലിയ ആക്സിഡന്റിൽ നിന്ന് ഒഴിവാക്കി ഞങ്ങൾ എന്നെയും കുടുംബത്തെയും ഇവിടെ എത്തിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ പൗരോഹിത്യം എന്ന വലിയ ദാനം അങ്ങയുടെ എളിയ ദാസന് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്നെ കുടുംബ സമാധാനത്തെ ഓർത്ത് കർത്താവേ ഞങ്ങളെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അങ്ങേ സ്തുതിക്കും. പാവികളെ ജനതയുടെ അങ്ങയുടെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കും. ഈശോയെ പ്രവാസിയായി വസിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ തന്നെ ഈ മഹാഭാഗ്യത്തെ ഓർത്ത് യേശുവെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. സമാനമായി അങ്ങ് നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ പഠന കാര്യങ്ങളിലും അങ്ങ് ശ്രദ്ധാലുവാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക എന്നല്ല ദൈവമേ. ഈശോയെ അങ്ങേ അറിയുവാനും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും മക്കളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയാൻ, കർത്താവെ ജീവിതത്തിലെ ഓരോരോ അവസരങ്ങൾ ദൈവത്തെ രുചിച്ചറിയാൻ തന്ന ഇതിനെ ഓർത്ത് നന്ദി പറയുന്നു. അജിനിക്ക് വിസ അടിച്ച് PR അടിച്ചതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവേ അങ്ങ് എനിക്ക് നൽകിയ ശാരീരിക സൗഖ്യത്തെ ഓർത്ത് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദി നന്ദി നല്ല ദൈവമേ, നിത്യവും നയിച്ചിടുന്ന സ്നേഹദൈവമേ. നന്ദി നന്ദി നല്ല ദൈവമേ, നിത്യവും നയിച്ചിടുന്ന സ്നേഹദൈവമേ.